ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ചോദ്യം ചെയ്ത ചെന്നൈ വ്യവസായി ഡി മണി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു SIT. പ്രവാസി വ്യവസായിയെ ദൃശ്യങ്ങൾ കാണിച്ചാണ് സ്ഥിരീകരിച്ചത്. MS മണി ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്ന് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് വ്യവസായിക്ക് നോട്ടീസ് നൽകി ജനുവരി 4-നോ 5-നോ ഹാജരാകണമെന്നാണ് SITയുടെ നിർദ്ദേശം. എന്നാൽ താൻ ഡി മണി അല്ല എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്നുമാണ് MS മണി പറയുന്നത്. സനിസ ശോഭാ ചന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സനിസ, ഇത് ഡി മണി തന്നെയാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചത് എങ്ങനെയാണ്? എന്തൊക്കെ സൂചനകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്? എപ്പോഴായിരിക്കും ഇയാൾ ഹാജരാവുക? ജിന, പ്രവാസി വ്യവസായി പറഞ്ഞ ദിണ്ടിക്കൽ സ്വദേശി ഡി മണി തന്നെയാണ് ഇന്ന് ചോദ്യം ചെയ്തതെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് SIT. പ്രവാസി വ്യവസായിക്ക് മണിയുടെ ദൃശ്യങ്ങൾ കാണിച്ചതോടെയാണ് ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. ഇയാളോട് ചോദ്യം ചെയ്യലിന് നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് SIT നോട്ടീസ് നൽകിയിട്ടുണ്ട്. ജനുവരി ആദ്യവാരം ഹാജരാവാനായിരുന്നു നിർദ്ദേശം. എന്നാൽ ഈ മാസം 30-ന് നേരിട്ട് ഹാജരാകാമെന്ന് മണി SIT അറിയിച്ചിട്ടുണ്ട്. നിലവിൽ കേസിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിച്ച ഡി മണിക്ക് ഇപ്പോൾ SIT കുരുക്ക് മുറുക്കിയിരിക്കുകയാണ്. ദിണ്ടിക്കലിൽ വെച്ച് ചോദ്യം ചെയ്യുമ്പോൾ മണി പ്രവാസി വ്യവസായി പറഞ്ഞ ആൾ അല്ല താനെന്നും താൻ MS മണിയാണെന്നും അത്തരത്തിൽ ബാലമുരുകന്റെ ഫോൺ നമ്പർ താൻ ഉപയോഗിക്കുകയായിരുന്നു. തനിക്ക് സ്വർണ്ണക്കൊള്ളയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല, തനിക്ക് പോറ്റിയെ അറിയില്ല, പോറ്റിയുടെ ചിത്രങ്ങളടക്കം SIT കാണിച്ചിട്ടും തനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ SITക്ക് മൊഴിയായിട്ടും കൂടാതെ തന്നെ SIT ചോദ്യം ചെയ്തതിനു ശേഷം മാധ്യമങ്ങളോടും ഇത്തരത്തിൽ ഈ ഡി മണി പറഞ്ഞിരുന്നു. എന്നാൽ ഈ താൻ ഡി മണിയല്ല എന്ന വാദം തന്നെ ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ്. ഡി മണിക്ക് കുരുക്ക് മുറുക്കിയിരിക്കുകയാണ് SIT. ഈ മാസം 30-ന് SIT നൽകിയ ചോദ്യം ചെയ്യൽ നോട്ടീസിന് താൻ തിരുവനന്തപുരത്ത് ഹാജരാകുമെന്ന നിലവിൽ ഇപ്പോൾ ഡി മണി അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും കൂടുതൽ ഇത്തരത്തിൽ ഇറിഡിയം അടക്കമുള്ള തട്ടിപ്പുകളിൽ തമിഴ്നാട്ടിൽ പ്രതിയാണ് നിലവിൽ ഡി മണി. അതുപോലെ തന്നെ സ്വർണ്ണ വ്യാപാരിയാണ്. ഇത്തരത്തിൽ കേരളവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾ അടക്കമുള്ള കടത്തിൽ അന്താരാഷ്ട്ര മാഫിയ സംഘത്തിൽ ഏത് തരത്തിലാണ് ഡി മണിയുടെ കോണ്ടാക്ട്, കണക്ഷൻ എന്താണ് എന്നതടക്കം ഇനി വ്യക്തത വരുത്താനുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ 30-ന് ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും കൂടുതൽ വ്യക്തത വരുത്തുക എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കൂടാതെ തന്നെ ഇന്നലെ തന്നെ പോറ്റിയെയും ജയിലിൽ പോയി SIT ചോദ്യം ചെയ്തിരുന്നു, മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇത്തരത്തിൽ ഡി മണിയെ അറിയാമോ എന്ന ചോദ്യത്തിന് അറിയില്ല, ഡി മണിയുമായിട്ട് തനിക്കൊരു ബന്ധവുമില്ല എന്ന മൊഴിയാണ് പോറ്റി നൽകിയത്. എന്നാൽ SIT നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് കേസിലെ ഒരു പ്രതിയുടെ ഫോണിൽ ഇത്തരത്തിൽ ഈ ഡി മണിയുടെ നമ്പർ കണ്ടിട്ടുണ്ട്. അത് പോറ്റി തന്നെയാണെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 30-ന് ചോദ്യം ചെയ്യാൻ വരുമ്പോൾ ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ ഡി മണി ഹാജരാകുന്ന സമയത്ത് പോറ്റിയെയും കൂടി ഒപ്പം ചേർത്തായിരിക്കുമോ ചോദ്യം ചെയ്യാൻ? അത്തരത്തിലുള്ളതൊക്കെ നമുക്ക് ഇനിയും വിവരങ്ങൾ ലഭിക്കാനുണ്ട്. ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ 30-ന് ഡി മണിയെ ചോദ്യം ചെയ്യുന്നതോട് കൂടെ തന്നെ ഇതിന്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് കരുതുന്നത്. ജീന, ശരി, ഏതായാലും അന്വേഷണ സംഘം അന്വേഷിക്കുന്ന ഡി മണി തന്നെയാണ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തത് എന്ന് SIT സ്ഥിരീകരിച്ചിരിക്കുകയാണ്. നേരിട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് SIT ഇയാൾക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത്. 4-നോ 5-നോ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നിർദ്ദേശം. ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ടെന്നാണ് സനിസ ശോഭാ ചന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത്.